ഈ വർഷം ഓണം എക്സാമിനേക്കാൾ ഒരൊറ്റ മാർക്കെങ്കിലും എക്സ്ട്രാ അധികം ക്രിസ്മസ് എക്സാമിന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. എല്ലാത്തിനും ഈ വീഡിയോ സ്കിപ്പ് ചെയ്തു. കാരണം അത്തരം കുട്ടികളോട് എനിക്ക് ഒന്നും പറയാനില്ല. ഞാൻ ഇത്തവണ അല്ലെങ്കിൽ നിരന്തരമായി പലപ്പോഴും പല കുട്ടികളോട് ഞാൻ നിരന്തരം സംസാരിക്കാറുണ്ട്. അപ്പോഴൊക്കെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവർ പലപ്പോഴും എനിക്ക് റിപ്ലൈ തരാറുള്ള 3 മറുപടികളാണ്. ഈ 3 മറുപടികളാണ് നിങ്ങൾക്കും പറയാനുള്ളതെങ്കിലോ നമ്മുടെ കാര്യം കുറച്ച് സീരിയസ് ആണെന്ന് നിങ്ങൾ കൂട്ടിക്കും. ഒന്നാമത്തെ കാര്യം, സാർ എനിക്ക് പഠിക്കാൻ സമയം കിട്ടാറില്ല സാർ, എന്താണെന്നറിയില്ല, ഒരു സമയം തീരെയില്ല. രണ്ടാമത്തെ കാര്യം, അതെനിക്ക് അറിയില്ല, ആ സബ്ജക്റ്റ് എനിക്ക് പണ്ടേ അറിയില്ല, ആ സബ്ജക്റ്റ് എനിക്ക് ഭയങ്കര ടഫായതുകൊണ്ട് ഞാൻ അധികം അതിൻ്റെ മേലെ ഇരിക്കാറില്ല, എനിക്കത് ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ അത് പഠിക്കാനിരിക്കുമ്പോൾ. മൂന്നാമത്തെ കാര്യം, ഞാൻ റൂമിൽ നിന്നാണ് പഠിക്കൽ. ഈ ഞാൻ ഈ പറഞ്ഞ 3 ഉത്തരങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇത് എന്നെ പറ്റിയാണെങ്കിൽ ഞാനും ഇത് പറയാറുണ്ടല്ലോ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെച്ച് നോട്ട് ചെയ്ത് വെച്ചോ. ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് ചിലപ്പോൾ ഓണപരീക്ഷയേക്കാൾ മാർക്ക് നിങ്ങൾക്ക് കുറവായിരിക്കും. ഞാൻ സാർ എന്താ അങ്ങനത്തെ ഒരു വാർത്ത നിങ്ങൾ പറയുന്നത്? ശരിയാണ്, യാഥാർത്ഥ്യത്തെ പറ്റിയാണ് പറയുന്നത്. നിങ്ങളെ സമാധാനിപ്പിക്കാനുള്ള വീഡിയോ അല്ല, നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ ബലഹീനതകൾ, നിങ്ങളുടെ ന്യൂനതകളെ മനസ്സിലായി തന്ന് അത് ചേഞ്ച് ചെയ്യാനുള്ള വീഡിയോ ആണ് ഈ വീഡിയോ. അപ്പോൾ ഈ 3 കാര്യം നമുക്ക് എന്താണ് പരിഹാരം കാണാൻ സാധിക്കുക? സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് എനിക്ക് ടഫാണ്, എനിക്ക് പണ്ടേ അറിയില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് ഞാനത് നോക്കാറില്ല. മൂന്നാമത്തെ എന്താണ്, ഞാൻ റൂമിൽ നിന്നാണ് പഠിക്കൽ. ഇത് 3നും വലിയ പങ്കുണ്ട്. ഞാൻ വീണ്ടും ഒരു കാര്യം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം പറയാണ്. അതായത് നിങ്ങൾ ഒരൊറ്റ മാർക്ക്, ഓണം എക്സാമിനേക്കാൾ 1-2 മാർക്കെങ്കിലും എനിക്ക് എക്സ്ട്രാ കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ വല്ല മ്യൂസിക്കിൻ്റെ വീഡിയോ, കോമഡിയുടെ വീഡിയോ, സിനിമയോ എന്തെങ്കിലും നിങ്ങൾ കണ്ടോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തോ. കാരണം ഞാൻ ചുമ്മാ പറയുന്നതല്ല, പഠിച്ചില്ലെങ്കിൽ മക്കളെ നമ്മൾ ലോക്കായി പോടാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്തായാലും സാർ എല്ലാവരും പഠിച്ചിട്ടാണ് ജീവിതത്തിൽ രക്ഷപ്പെടുന്നത്. ചിലപ്പോൾ നിങ്ങൾ പറയില്ല ക്രിസ്ത്യാനോ റൊണാൾഡോ പഠിച്ചിട്ടാണോ, ഇലോൺ മസ്ക് പഠിച്ചിട്ടാണോ, അല്ലെങ്കിൽ പിന്നെ സ്റ്റീവ് ജോബ്സ് പഠിച്ചിട്ടാണോ? മക്കളെ, ഇവരൊക്കെ ലോകത്ത് ഒരൊറ്റ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉള്ളൂ, ഒരൊറ്റ ബിൽ ഗേറ്റ്സ് ഉള്ളൂ, ഒരൊറ്റ മുകേഷ് അംബാനി ഉള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ കൂട്ടിക്കും. അല്ലാതെ പഠിച്ച ആൾക്കാരുള്ള ജീവിതത്തിൽ നമ്മളെപ്പോലെ സാധാരണക്കാരാൾ അവർക്ക് ജീവിതത്തിൽ എവിടെയെങ്കിലൊക്കെ എത്രയെങ്കിലും ഒരു ബേസിക് എഡ്യൂക്കേഷൻ നമുക്ക് വന്നേ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയേ പറ്റൂ. അതുകൊണ്ട് അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, റീൽസിലോ വീഡിയോയിൽ കാണുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കമ്പയർ ചെയ്ത്. ഞാൻ നേരെ നമ്മൾ ടോപ്പിക്കിൽ കിടക്കാം. ഈ 3 കാര്യം നിങ്ങൾ ബുദ്ധിമുട്ടാവണമെങ്കിൽ കറക്റ്റ് സൊല്യൂഷൻ ഞാൻ വന്നിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം മക്കളെ, സമയം കിട്ടുന്നില്ല. എന്താ സമയം കിട്ടാത്ത ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഉറക്കം എന്നൊരു സാധനം അത് പ്രോപ്പർ അല്ലടാ. നിങ്ങളൊന്ന് നിങ്ങളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ചില കുട്ടികൾ ഇപ്പോൾ സ്കൂളൊക്കെ വിട്ട് വന്ന് ക്ഷീണിച്ചിട്ട്, ഞാൻ പലപ്പോഴും കാണാറ്, ഞാൻ നിരന്തരം ഒരുപാട് കുട്ടികളുള്ള ഒരു ട്യൂഷൻ ട്രെയിനിങ്, ഞാൻ അവിടെയൊക്കെ കുട്ടികൾ നിരന്തരം കാണുമ്പോൾ അവരൊക്കെ ഈവനിങ് 6 മണിക്ക് 7 മണിക്കൊക്കെ വീട്ടിലെത്തും സ്കൂളൊക്കെ. അതിപ്പോൾ എനിക്ക് സങ്കടമാവുന്നു പലപ്പോഴും, എത്രയോ കഷ്ടപ്പെടും അവർ. ചിലപ്പോൾ വന്ന് വേഗം കടന്നുറങ്ങിപ്പോവും. ഒരു കുഴപ്പമില്ല, നിങ്ങൾ സ്കൂളിലിട്ട് വന്ന് ക്ഷീണിക്കണോ 7 മണിക്ക് 8 മണിക്ക് നിങ്ങൾ കടന്നുറങ്ങിക്കും. പക്ഷെ അവർ എത്ര മണിക്ക് എണീക്കുന്നവരോ? രാവിലെ 5 മണിക്ക് അവർ ഉറങ്ങി എണീക്കും. അതുകൊണ്ട് അവിടെ നിങ്ങൾ ആ രാത്രി അല്ലെങ്കിൽ അവർ കടന്ന് ഉറങ്ങാനെടുത്ത അല്ലെങ്കിൽ അവിടെ മാറ്റി വെച്ച സമയങ്ങളൊക്കെ നമുക്ക് രാവിലെ കിട്ടും. 79.5 മാർക്ക് വാങ്ങിയ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട് ഈ കഴിഞ്ഞ ഓണം എക്സാം മാത്സിന്. ഞാനോട് ചുമ്മാ ചോദിച്ചാൽ നീ എങ്ങനെയാണ് പഠിക്കൽ, ഏത് സമയത്താണ് പഠിക്കൽ? അങ്ങനെയുള്ള ഞാൻ സാറേ, എനിക്ക് തോന്നുന്നു പഠിക്കലാണ്. എന്തായാലും രാവിലെ 5 മണിക്ക് ഞാൻ ഉറങ്ങി നീക്കും. എന്തെങ്കിലും ഞാൻ ആ സമയത്ത് വായിച്ചിരിക്കും. അതെൻ്റെ ഒരു ശീലം, ഞാൻ അതങ്ങനെ ആക്കിയെടുത്താണ്. എത്ര പേര് ഇത് ചെയ്യുന്നുണ്ട്? രാത്രി നിങ്ങൾ പഠിച്ചാൽ, നിങ്ങൾ രാത്രി നേരത്തെ ഉറങ്ങിയാൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ രാവിലെ നിങ്ങളുടെ മോർണിംഗ് ഉണ്ടല്ലോ 5 മണി, അല്ലെങ്കിൽ ഒരു 5:30-5 മണി ഈ സമയം ഉണ്ടല്ലോ, ഈ എന്തിനാ 5:30 പോകണ്ട, 5 മണിക്ക് നിങ്ങൾ എണീക്കും. എന്നിട്ടൊരു പുതിയ കണ്ടന്റ് നിങ്ങൾ വായിക്കുക, പഠിക്കുക നിങ്ങൾ ചെയ്യും. റിവിഷൻ നടത്തരുത്. രാവിലെ ഫ്രഷ് ടൈമാണ്, നമ്മളെ മൈൻഡ് ഫ്രീ ആയിക്കുന്ന സമയം. നിങ്ങൾ ഫ്രഷ് ഒരു പുതിയ കണ്ടന്റ് നിങ്ങൾ പഠിക്കുക. നിങ്ങൾ രാവിലെ ഒരു 5 മണിക്ക് 5 മണിക്ക് നിങ്ങൾ എണീറ്റിട്ടുണ്ടല്ലോ, 6 മണി 7 മണി 8 മണി 3 മണിക്കൂർ നിങ്ങൾ അവിടെ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ രാവിലെ ട്യൂഷന് പോകുന്ന ആൾക്കാരാണ്. പോയിക്കോ മക്കളെ, 5 മണിക്ക് എണീച്ച് നിങ്ങൾ എന്തായാലും ഒരു ട്യൂഷന് പോകുമ്പോൾ 6:45 7 മണിയല്ലേ, ആ ട്യൂഷന് ചുമ്മാ സിനിമ കാണാൻ പോലെ അവിടെ നിങ്ങൾ പഠിക്കല്ലേ, മതി. ഒരുപാട് സമയം നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ രാത്രി നേരം വയ്ക്കി ഇങ്ങനെ നിങ്ങൾ ക്ഷീണിച്ച് വരുന്നവർ, അല്ലെങ്കിൽ ഉറക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്യും. അതൊക്കെ ബുദ്ധിമുട്ടാണ് സാറേ. ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടും. സമയം മാനേജ് ചെയ്യൽ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ വെറുതെ ഉറങ്ങി തീർക്കുന്ന സമയമുണ്ട്. അപ്പോൾ രാത്രി നേരം വൈകി, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ കളിച്ച് നേരം വൈകി ഉറങ്ങുന്ന ശീലം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കറിയാലോ എനിക്കിത് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് മൊബൈൽ അഡിക്ഷൻ പോലെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അത് ആദ്യം മനസ്സിലാക്കി, എനിക്കൊരു പ്രശ്നം മനസ്സിലാക്കുക, അതനുസരിച്ച് മൊബൈൽ മാറ്റിയൊക്കെ ഉറങ്ങാൻ നിങ്ങൾ ശ്രമിക്കുക. 1, 2, 3, 4 ദിവസങ്ങൾ റെഡിയാവും. അപ്പോൾ സമയം ഇല്ലയെന്ന് പറയുന്നത് നമുക്കുണ്ട്, നമ്മളത് കണ്ടെത്താത്തതാണ് പ്രശ്നം. നമ്പർ 1 അതിന് സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തിയത്. നമ്പർ 2, എനിക്കത് അറിയില്ല, മാത്സ് എനിക്ക് ഭയങ്കര ടഫ്, അതുതന്നെ എനിക്കത് പഠിക്കാറില്ല. അപ്പോൾ ഞാൻ കറക്റ്റ് സ്റ്റഡി ഡയറി ഫോളോ ചെയ്യാറുണ്ട് നമ്മുടെ കുട്ടികൾക്ക്. ഇപ്പോൾ നോക്കുമ്പോണ്ടോ, ചിലപ്പോൾ മാത്സ് വീക്കിലി ചിലപ്പോൾ ഒരു ദിവസം മാത്സ് പഠിക്കും. ചോദിക്കും എന്താ ടഫാ സാർ, എനിക്കത് പഠിക്കാൻ എനിക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ ടഫാണ്, ഇപ്പോൾ നിങ്ങൾക്കും അതേപോലെ തോന്നുക മാത്സ് ടഫാണ്, കെമിസ്ട്രി ടഫാണ്, ഫിസിക്സ് ടഫാണ്. അപ്പോൾ ടഫായ സബ്ജക്റ്റ് പഠിക്കാതെ ഈസിയുള്ളത് മാത്രം പഠിച്ചാൽ മതിയോ? നിങ്ങൾ എന്താ ഇപ്പോൾ ടഫ് സബ്ജക്റ്റ് നിങ്ങൾ ചെയ്യേണ്ട പണി എന്താണോ? ഈ വീഡിയോ കണ്ട് കഴിഞ്ഞ ഉടനെ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു കെമിസ്ട്രി നിങ്ങൾക്ക് ടഫ് എന്ന് അറിയാം. ഇപ്പോൾ കെമിസ്ട്രി ഉള്ളപ്പോൾ ലൈക്ക് ക്രിസ്മസ് എക്സാം ഓണ പരീക്ഷയുടെ പോർഷൻ ഓൾറെഡി കഴിഞ്ഞ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. 3ാമത്തെ ചാപ്റ്റർ കെമിസ്ട്രിയുടെ 3ാമത്തെ ചാപ്റ്ററിന്റെ പേര് എഴുതാം, ചാപ്റ്റർ 3.
എന്നിട്ട് നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, അല്ലെങ്കിൽ നോട്ട് ബുക്ക് എടുക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. നോട്ട് ബുക്ക് വേണ്ട, ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഇങ്ങനെ വായിച്ചു തുടങ്ങുക. ഇതെനിക്കറിയില്ല, നോട്ട് ചെയ്ത് നോക്കുക, ഈ ടോപ്പിക് എനിക്കറിയില്ല. നമ്പർ 1, നമ്പർ 2 ഇതെനിക്കറിയില്ല, നമ്പർ 3 ഇതെനിക്കറിയില്ല. ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം നിങ്ങളുടെ സ്കൂളിൽ പോയി നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ടീച്ചേഴ്സിനോട് ചോദിച്ച് ഇത് പഠിക്കും. നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ അവിടെ കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം എന്താരോ, ഇത് എഴുതി വെക്കുന്ന ഓൾറെഡി നിങ്ങളുടെ ബ്രെയിനിൽ അറിയാം അവൻ എന്തോ ഒരു സാധനം അവനെ ഇമ്പോർട്ടൻ്റ് കാര്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടാമത് നിങ്ങൾ സ്കൂളിൽ പോയി ഫ്രണ്ട്സിനോടോ ടീച്ചേഴ്സിനോടോ ചോദിച്ച് പഠിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താണോ? യെസ്, ക്ലിയർ. ഇത് ചുമ്മാ പറഞ്ഞ സാധാരണ മക്കളെ 100% വർക്കൗട്ട് എന്ന കാര്യം. ഇത് വർക്കാവും. നിങ്ങൾ എത്ര പേര് നിങ്ങൾ ഇതിങ്ങനെ ചെയ്യണം. നിങ്ങൾക്ക് ടഫുള്ള സബ്ജക്ട് ഏത് സോഷ്യൽ ആയിക്കോട്ടെ, ഹിസ്റ്ററി ആയിക്കോട്ടെ, ആ ചാപ്റ്ററിന്റെ പേര് ഇത്, അതിൽ അറിയാത്ത കാര്യം ഇങ്ങനെ പോയിന്റ് ആക്കി എഴുതി വെക്കുക, അതിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ്. ഇത് വർക്കാവും, 100% വർക്കാവും. ലാസ്റ്റ് കാര്യം എന്താ, ഞാൻ റൂമിൽ നിന്ന് സാറേ പഠിക്കല്. രണ്ട് തരം വിദ്യാർത്ഥി, ഞാൻ വെറുതെ കാർഡടിച്ച് വെടിവെക്കില്ല. 2 തരം വിദ്യാർത്ഥി. ഒന്നാമത്തെ വിദ്യാർത്ഥികൾ അവർ കൂട്ടുകുടുംബമായി താമസിക്കുന്ന ആൾക്കാരാണ്. വീട്ടിൽ അച്ഛൻ ഉണ്ടായിരിക്കും, അച്ഛൻ്റെ അനിയൻ ഉണ്ടായിരിക്കും, ചില അച്ഛൻ്റെ ഏട്ടൻ ഉണ്ടായിരിക്കും, ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഡൈനിങ് ഹാളിൽ നിന്ന് പഠിക്കാൻ അത്ര പോസിബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എവിടെ നമ്മുടെ ഡൈനിങ് ഹാൾ നമ്മുടെ റൂമായിരിക്കും, പേഴ്സണൽ റൂമായിരിക്കും അല്ലേ, അവിടെ ഇരുന്ന് പഠിച്ച് ഒരു കുഴപ്പമില്ല, അവർക്കുള്ളതല്ല. നേരെ മറിച്ച് വീട്ടിൽ അണുകുടുംബമായി നിങ്ങളും നിങ്ങളുടെ പാരൻസും മാത്രമുള്ള വീടുകളാണെങ്കിൽ നിങ്ങൾ എവിടെ റൂമിൽ നിന്ന് പഠിക്കരുത്. കാരണം അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബെഡ്റൂം അത് കടന്നുറങ്ങാനുള്ള ത്വര വരും. 100% ഞാൻ വെറുതെ പറയുന്ന കാര്യമല്ല. ഇതൊരു 90%, ഞാൻ 10% ഞാൻ മാറ്റിയൊക്കെ വിദ്യാർത്ഥികളെ, ബാക്കി 90% കുട്ടികൾക്കും ഇത് വർക്കാവില്ല. നിങ്ങൾ പഠിക്കേണ്ട ഡൈനിങ് ഹാളിൽ എല്ലാവരും കാണുന്ന സ്ഥലത്ത് അത് പഠിക്കേണ്ടത്. അവിടെ നിന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവർ പഠിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മയിലേക്ക് വരും. നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ കുറവായിരിക്കും. ഉണ്ടെങ്കിൽ നിങ്ങളുടെ പാരൻസിനത് പറയാം, TV പ്ലേ ചെയ്യരുതെന്ന് പറയാം, മൊബൈൽ ഫോൺ പ്ലേ ചെയ്യരുതെന്ന് പറയാം. അങ്ങനെ ഈ പഠനത്തിൻ്റെ സ്ഥലം, പഠിക്കാൻ ഉദ്ദേശിച്ച സ്ഥലം വളരെ പ്രധാനപ്പെട്ട ഈ 3 കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ റെഡിയാണെങ്കിൽ, ഞാനിവിടെ എഴുതി ഒപ്പിടണം. ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ എത്രയാണോ ഓണം എക്സാമിന് വാങ്ങിയത് അതിനേക്കാൾ എത്രയോ ഇരട്ടി മാർക്ക് നിങ്ങൾക്ക് ഇവിടെ ക്രിസ്മസ് എക്സാമിന് വാങ്ങാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ മനസ്സിലൊന്ന് കൈവച്ച് ഒന്ന് മനസ്സിൽ വെറുതെ ആലോചിച്ച് നോക്കുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടവരാണെങ്കിൽ മാത്രമേ, എല്ലാത്തിലും അവരെ പറ്റി ഞാൻ കൺസിഡർ ചെയ്യില്ല, എനിക്ക് അവരെ പറ്റി ഒരു കൺസേൺ ഇല്ല, അവർക്ക് എന്തായാലും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ എന്തെങ്കിലും ഒരു മാറ്റം ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ, അവരെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും. 100% നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, നിങ്ങൾ എല്ലാവിധ സപ്പോർട്ടുമായിട്ട്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെ തന്നെയാണ്, ശരിയല്ല, എന്തെങ്കിലും ഒരു മാറ്റം വേണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേഗം ഈ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക, വേഗം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. കമൻറ്റ് നിങ്ങൾക്ക് എന്ത് വേണം, ഞാനിത് കമൻറ്റ് അടിക്കാൻ, അതല്ല എൻ്റെ ഉദ്ദേശം. നിങ്ങൾ കാണുന്ന ഒരു 100 ആൾ ഇത് കണ്ടാലും 200 ആൾ ഇത് കണ്ടാലും ഇനി 1,00,000 ആൾക്കാർ ഇത് കണ്ടാലും അവർക്ക് ഈ ക്രിസ്മസ് എക്സാം ആകുമ്പോഴേക്കും നല്ലൊരു മാർക്ക് അവർക്ക് വേണം. ആഫ്റ്റർ നമ്മൾ ഫൈനൽ എക്സാം ആകുമ്പോഴും അവിടെയും നല്ല മാർക്ക് അവർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കണം. ഇത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇതൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ, ഇത് ശരിയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ പറയാനുണ്ടെങ്കിൽ പഠിക്കുന്ന കാര്യം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അത് ബാക്കിയുള്ള ആൾക്ക് ഉപകാരമായിരിക്കും. അതുപോലെ ഈ ക്രിസ്മസ് എക്സാമിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു സപ്പോർട്ട് നിങ്ങൾ പഠന കാര്യത്തിൽ നിങ്ങൾക്ക് വേണമെന്നെങ്കിൽ, ഒരു സംശയമാണ്, നിങ്ങൾക്ക് ഏറ്റവും കണ്ണടച്ച് നിങ്ങൾ ജോയിൻ ചെയ്യാൻ എജുപോണിന്റെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ. അപ്പോൾ അതിൻ്റെ ഫോം ഞാൻ ഓൾറെഡി കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സോ നമ്മുടെ ബാച്ചിനെ പറ്റി അറിയാനും ജോയിൻ ചെയ്യാൻ താല്പര്യം ആൾക്ക് നിർബന്ധമായും ഫോം ഫിൽ ചെയ്തോ. എന്താണ് പ്രീ ബൂസ്റ്റർ ബാച്ചിലൂടെ നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് ഹൈ മാർക്കിൽ എത്തിക്കാൻ ഞങ്ങൾ എന്തൊക്കെ നൽകുന്നുണ്ട്, ക്ലിയർ കട്ടായിട്ട് നിങ്ങൾ എത്തും. സോ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്.